കെ.സി. ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നവമി തൊടുക. ശ്രീ കെ.സി. ജോസഫ്, ടി.എച്ച്. മുസ്തഫ എന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവിനെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുന്നണിക്കാരനായ ശ്രീ ടി.എച്ചിന്റെ വേർപാട് അതീവ ദുഃഖകരമാണ്. അദ്ദേഹം കുറച്ചു കാലമായി രോഗബാധിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് അപ്രതീക്ഷിതമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ശക്തമാകാൻ അടിത്തറ പാകിയത് ശ്രീ ടി.എച്ച്. മുസ്തഫയുടെ സജീവമായ പ്രവർത്തന ശൈലിയായിരുന്നു. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടാക്കാനും താഴെ തട്ട് മുതൽ പാർട്ടി കെട്ടിപ്പടുക്കാനും ശ്രീ ടി.എച്ച്. വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെയേറെ കോൺഗ്രസിന് കരുത്തു പകർന്നു. അദ്ദേഹം എപ്പോഴും ഒരു സംഘടനയുടെ വ്യക്തിയായിരുന്നു. സംഘടന കെട്ടിപ്പടുക്കാൻ, അടിത്തട്ട് മുതൽ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം വലിയ സംഭാവന വഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് കരുണാകരൻ ഗവൺമെന്റിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായി ഭക്ഷ്യവിതരണ രംഗത്ത് അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ എന്നും ശ്രദ്ധേയമാണ്. ശ്രീ മുസ്തഫ പൂർണ്ണമായും ഒരു മതേതര നേതാവായിരുന്നു. കോൺഗ്രസിന്റെ മതേതര മുഖമായിരുന്നു ശ്രീ ടി.എച്ച്. മുസ്തഫ. അദ്ദേഹം രോഗബാധിതനാണെങ്കിലും പാർട്ടി പരിപാടിക്ക് വരുവാൻ എപ്പോഴും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹം പലപ്പോഴും യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം 2, 3 ചിലപ്പോൾ 4 മണിക്കൂറാണ്. ദീർഘമായി സംസാരിക്കാനും താൻ ഉന്നയിക്കുന്ന വാദഗതി ശക്തമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ശ്രീ മുസ്തഫയുടെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി ശ്രീ കെ.സി. ജോസഫ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കെ.വി. തോമസ്